കോർപ്പറേഷൻ ഇതിനപ്പുറം നല്ല നല്ല സിനിമകൾ തീർച്ചയായിട്ടും സബ്സിഡീസ് ഒക്കെ നമ്മൾ അനുവദിക്കുന്നുണ്ട്. KSFDC ഡിപ്പെൻഡ് ചെയ്യുന്ന നല്ല കൊമേഴ്ഷ്യൽ മൂവീസും വരുന്നുണ്ട്, കുറച്ച് ഓഫ് ബീറ്റ് മൂവീസുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ മൂവി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സബ്സിഡി അനുവദിക്കുന്നത്. അല്ല, ഒരു കാലത്ത് വളരെ സജീവമായി കേൾക്കുന്നുണ്ടായിരുന്നു കോർപ്പറേഷൻ സബ്സിഡിയോടെ നിർമ്മിച്ച ഫിലിമാണ്. പക്ഷെ പിന്നെ ഇടയ്ക്ക് എന്തോ അതങ്ങ് മിസ്സായി. പക്ഷേ അത് വളരെ ലോ എമൗണ്ടേ അനുവദിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ വേറെ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഔട്ട്സൈഡ് പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇത് വരുന്നത്. ഇപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വളരെ, കാരണം അവർക്കുള്ള ഇൻകം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് സബ്സിഡിയും വളരെ ലോ എമൗണ്ട് ആവുന്നത്. വേറെ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ലോ പേയ്മെൻ്റ് ഒക്കെ ഉള്ള സൂപ്പർ സ്റ്റാർസ് മാത്രമേ മേടിക്കുന്നുള്ളൂ. അപ്പം അത്രയും ഇതായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പം കുറേയൊക്കെ വളർന്നു. ഇപ്പോൾ ധാരാളം വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ കുഞ്ഞ ആർട്ടിസ്റ്റുകൾ വരെ വലിയ എമൗണ്ട് മേടിക്കുന്നൊരു അവസ്ഥയിലെത്തി. അത്രത്തോളം വളർന്നു, ഓഡിയൻസ് വളർന്നു, സിനിമ വളർന്നു എന്ന് അതിൻ്റെയൊക്കെ സൂചനകളാണ് ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ അത് ഒരു പ്രൊഡ്യൂസറിന് താങ്ങാൻ പറ്റില്ല ഒരു പക്ഷേ. അപ്പോൾ ഇപ്പോൾ നല്ല നല്ല സബ്സിഡി, വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ടൊക്കെയാണ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള, അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ KSFDC അത് കൊടുക്കണമെങ്കിൽ KSFDCക്ക് അത്രയും വരുമാനം വേണം. ആ വരുമാനം കിട്ടണം. എങ്ങനെ കിട്ടണം? നമ്മൾ വെളിയിൽ പോകാതിരിക്കുക. അപ്പം ഇതിനകത്ത് എല്ലാം, ഇപ്പോൾ ലാബിൻ്റെ വർക്കായാലും എല്ലാം ഇതിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KSFDC വളരും എന്നുള്ളതാണ്. ഇവിടെ സായി പിരമിഡൊക്കെ പോലത്തെ പുതിയ തിയേറ്റർ സമുച്ചയങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. അപ്പം നമുക്ക് തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സന്തോഷത്തോടെ ഉപേക്ഷിക്കുന്നതല്ല. കാണുന്നതിൽ നിന്ന് മനുഷ്യർ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ CD ഇട്ട് കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ഒരു നല്ല ഔട്ടിങ്ങിൻ്റെ അവസരമാണ് ശരിക്കും നഷ്ടമാകുന്നത്. അതല്ലാതെ ഈ തിയേറ്ററിൻ്റെ ഈ ശോചനീയാവസ്ഥയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഊരുറപ്പിച്ച് അവിടെ പോയിരിക്കുക, എലികടി കൊള്ളാതെ പോരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ തിയേറ്ററുകൾ വരുന്നത്, അതൊക്കെ ഒരു ഈ പുതിയ തിയേറ്റർ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഓഡിയൻ്റെ നിന്ന് നമ്മൾ ഒരു പ്രേക്ഷകൻ്റെ നിന്ന് നമ്മൾ എത്ര ക്യാഷ് ഈടാക്കുന്നു എന്നുള്ള നിലയിലാണ്. ഇപ്പം നമ്മൾ വേറൊരു സംസ്ഥാനം വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു മിനിമം ഓഫ് 400 to 500 റേറ്റാണ് ഒരു ടിക്കറ്റ്. നമ്മളിവിടെ 40 രൂപീസിനോ ഇല്ലെങ്കിൽ ബാൽക്കണി ഇരുന്ന് കാണും. അപ്പം അതിനൊരു വ്യത്യാസം, അത്രയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കുതിച്ച് കയറി ഇത്രയും എമൗണ്ട് ടിക്കറ്റിന് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ആൾക്കാർക്ക് എന്തും പറഞ്ഞു പോകാമെന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വേദന ഒരു പ്രൊഡ്യൂസറിനോ അതിൻ്റെ അകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക്, ഈ പ്രൊഡക്ഷൻ ബോയ് എങ്ങേയറ്റം വരെയുള്ള ഒരു പ്രൊഡക്ഷൻ ബോയ്ക്ക് അറിയാം ഒരു 45 to 50 ഡേയ്സ് വരെയുള്ളൊരു വേദന. പക്ഷെ ഒരു 2.5 മണിക്കൂർ നമ്മളൊരു സിനിമ തിയേറ്ററിൽ കണ്ടിറങ്ങും, എന്ത് പടം എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു നിസാര വാക്കിന് പോലും ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ്. കൈയടിച്ച് ചിരിച്ചു വട്ടവസിച്ച് മേളിച്ചൊക്കെ ഇറങ്ങുന്നവരാണ് ഒന്ന് കണ്ടുകൊടുത്തു എന്നുള്ളൊരു. കാരണം നമ്മൾ ഇനിയും ഒരു പക്ഷേ അത് എന്തിൻ്റെ പേരിലാണ് കേരളത്തിലുള്ള ജനങ്ങൾ പറയുന്നത്? കാരണം കേരളത്തിലുള്ള ജനങ്ങൾ കൂടുതലും വളർന്നതാണോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയോടുള്ള കാഴ്ചപ്പാട് ഇവർക്ക് വളർന്നതാണോ, അതോ ഇതൊരു ജാടയാണോ? നമുക്ക് ഇന്നും അത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രത്യേകിച്ച് ഈ കേരള സ്റ്റേറ്റിൽ നിന്നുള്ള ഇതിനകത്ത് നിൽക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിനകത്തില്ല. അപ്പം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും മിനിസ്ട്രിക്കും പ്രശ്നമാണ്. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് പഠിച്ച് ആൾക്കാരുടേതനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റും. പിന്നെ നഷ്ടത്തിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. വലിയ വലിയ കോംപ്ലക്സിൽ ഉണ്ടാക്കിയിട്ടിട്ട് 500 രൂപ ഇല്ലെങ്കിൽ 600 രൂപ ടിക്കറ്റ് എന്തിനിപ്പോൾ പോകുന്നു? എങ്ങനെയെങ്കിലും TV എപ്പോഴെങ്കിലും വരുമ്പോൾ കണ്ടാൽ മതി. ഇതെല്ലാം പടങ്ങൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ TV വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ബാധിക്കും, ശരിക്കും സിനിമയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്.